ദൈവമക്കളെ, പുതിയ ഉടമ്പടിക്കകത്ത് പറയുന്നു നമുക്കൊരു നല്ല ഇടയനുണ്ടെന്ന്, ഒരു ഗുഡ് ഷെപ്പേർഡ് നമുക്കുണ്ടെന്ന്. ആ നല്ല ഇടയൻ ആരാ? അത് നമ്മുടെ കർത്താവായ യേശു ക്രിസ്തുവാണ്. 1 പത്രോസ് 2-25 വാക്യത്തിനകത്ത് ഇങ്ങനെ പറയുന്നു, നിങ്ങൾ തെറ്റി ഉഴലുന്ന ആടുകളെപ്പോലെയായിരുന്നു, ഇപ്പോഴോ നിങ്ങളുടെ ദേഹിയുടെ ഇടയനും അധ്യക്ഷനുമായവനിലേക്ക് നമ്മൾ മടങ്ങി വന്നിരിക്കുന്നു. നമ്മുടെ ദേഹിയുടെ ബിഷപ്പും ഷെപ്പേർഡുമായ യേശു ക്രിസ്തുവിലേക്ക് നമ്മൾ മടങ്ങി വന്നിരിക്കുക. കർത്താവിനെ കുറിച്ച് ഇവിടെ പറയുന്നത്, യേശു കർത്താവ് നമ്മുടെ ദേഹിയുടെ ഇടയനാണ്, ദേഹിയുടെ അധ്യക്ഷനാണ്, ഓവർസിയർ ആണെന്ന് ഇവിടെ വചനം പറയുന്നു. എന്ന് വെച്ചാൽ നമ്മുടെ ദേഹി വഴിതെറ്റിപ്പോകാതെ, അലഞ്ഞു തിരിഞ്ഞു നടക്കാതെ, പാപത്തിനകത്ത് വീഴാതെ, ഒരു മ്ലേച്ഛമായ ചിന്തകൾക്കകത്തേക്ക് പോകാതെ, ആട് വഴിതെറ്റിപ്പോകാതെ, ആട് അശുദ്ധമായതൊന്നും കഴിക്കാവുന്ന രീതിയിൽ പോകാതെ, ആട് മലിനജലം കുടിക്കാതെ, ഒരു ഇടയൻ എങ്ങനെ അതിനെ വഴി നടത്തുന്നുവോ, വചനം പറയുന്നു നമ്മുടെ ആത്മാവിൻ്റെ ഇടയനും ഓവർസിയറുമായ ബിഷപ്പുമായ അധ്യക്ഷനുമായ നമ്മുടെ ഇടയനായ യേശു ക്രിസ്തു നമ്മുടെ സോളിനെ ഇതുപോലെ തന്നെ വഴി നടത്തുന്നു എന്ന് വചനം പറയുന്നു. യെശയ്യാ പ്രവചന പുസ്തകം 53 അതിൻ്റെ 6 വാക്യത്തിനകത്തും ഇത് തന്നെ പറയുന്നു, നമ്മൾ ആടുകളെ പോലെ തെറ്റിപ്പോയിരുന്നു, എന്നാൽ യേശു കർത്താവിൻ്റെ കാൽവരി ക്രൂശിലെ യാഗം നിമിത്തം നമ്മുടെ മേലൊരു വീണ്ടെടുപ്പ് നൽകി. ഇപ്പോൾ ഈ കർത്താവായ യേശു ക്രിസ്തുവിനിൽ നിങ്ങൾ പരിപൂർണമായി സമർപ്പിക്കപ്പെട്ടാൽ ദൈവമക്കളെ, നിങ്ങളുടെ സോൾ ഇനിയൊരു അശുദ്ധിയിലേക്ക് പോകാതെ, ഇനി നിങ്ങളുടെ സോൾ ഒരു പാപത്തിലേക്ക് പോകാതെ, ഒരു ഇടയൻ തൻ്റെ ആടുകളെ നയിക്കുന്നത് പോലെ ഈ യേശു കർത്താവ് നമ്മളെ നയിക്കുവാൻ തുടങ്ങും. അങ്ങനെ ഒരു ഇടയൻ തൻ്റെ ആടുകളെ നയിക്കുന്നത് പോലെ കർത്താവ് യേശു ക്രിസ്തു നിങ്ങളുടെ സോളിനെ അധികമായി നടത്തട്ടെ. ഇന്നത്തെ പ്രൊഫറ്റിക്കൽ വേർഡിനെ ഞങ്ങൾ ഡിക്ലെയർ ചെയ്യുന്നു, യേശു കർത്താവ് നിങ്ങളുടെ സോൾ റിലത്തെ കൺട്രോൾ ചെയ്യുന്ന, നിങ്ങളുടെ സോളിൻ്റെ അധ്യക്ഷനായി, ഒരു ഓവർസിയറായി മാറട്ടെ, ഒരു ഷെപ്പേർഡായി മാറട്ടെ എന്ന് പറഞ്ഞ്, യേശു എൻ്റെ നല്ല ഇടയനും ഞാൻ യേശുവിൻ്റെ ആടുമാണെന്നൊന്ന് പറഞ്ഞാട്ടെ. എൻ്റെ യേശു കർത്താവ് എന്നെ നല്ല നിലത്തിലേക്ക് നടത്താൻ പോകുകയാണെന്ന് ഒന്ന് ഡിക്ലെയർ ചെയ്താട്ടെ. കർത്താവ് നിങ്ങളെ സമൃദ്ധിയായിട്ട് അനുഗ്രഹിക്കട്ടെ. ഗോഡ് ബ്ലെസ് യു.